കാണിച്ചില്ല, അത് ഭയങ്കര ഒരു ഇതാണ്. ആവറേജ് പടം. എനിക്കൊന്നും ഹൈ മൊമെന്റുകളൊന്നും വന്നിട്ടില്ല. എന്താണ് ലാലേട്ടൻ, പൃഥ്വിരാജ്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എടുത്ത് പറയാൻ. തിയേറ്റർ കത്തി ഇളകി. അടിപൊളി പടം. ലാലേട്ടൻ, പൃഥ്വിരാജ്, ടോവിനോ തോമസ് എല്ലാം അടിപൊളിയായിട്ട്. ഇപ്പോൾ എമ്പുരാൻ തന്നെയാണ് ലൂസിഫറിനെ കാട്ടി എല്ലാം. ഇനി തലവര മാറ്റാൻ ഇല്ല. ഇനി വേണമെങ്കിൽ യുവതലമുറ ഇത് കണ്ടിട്ട് അവരെ തലവര മാറ്റാൻ പറ്റിയ സിനിമയാണ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത് ലാലേട്ടൻ. എടുത്തു പറഞ്ഞ സ്റ്റണ്ട് സീനെല്ലാം നല്ല അടിപൊളിയാണ് ബ്രോ. വേറെ എന്താ പറയാ, പ്രത്യേക മേക്കിംഗ് തന്നെയാണ് അടിപൊളി. പിന്നെ എന്താ പറയാ, ലൂസിഫറിലെ ലാലേട്ടന്റെ ഓറ അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പാരിസൺ ഒന്നും ചോദിക്കരുത്. അപ്പോൾ രണ്ടാണ്. ഇത് ഒരു ഇന്റർനാഷണൽ ലെവലിൽ പൃഥ്വിരാജ് എടുത്തൊരു പടമാണിത്. ഈ സിനിമയോടെ കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി, സൂര്യനായിട്ട് മോഹൻലാലും ചന്ദ്രനായിട്ട് മമ്മൂക്കായി. മറ്റേത് അങ്ങനെയല്ല. ഇത് രണ്ട് ജോണറാണ്. അങ്ങനെ ചോദിക്കരുത്. ലാലേട്ടൻ കൊണ്ടുപോയി, ഇന്ന് തൊട്ട് ലാലേട്ടൻ കൊണ്ടുപോയി. ഇനി വേറെ പടം വേണ്ട. ക്യാമറയും അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. ലൂസിഫറിനൊക്കെ വെട്ടിച്ച് കളഞ്ഞു. മലയാളത്തിൽ ഇതേണക്കുള്ള ഒരു പടം ഇതുവരെ കണ്ടിട്ടില്ല. പഴയ ചിത്രം അതേണക്കുള്ള സെറ്റപ്പ് തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക. സൂപ്പർ പടം എടുത്തിട്ടുണ്ട്. സൂപ്പർ സംവിധാനം, ഒരു ഹോളിവുഡ് ടൈപ്പിൽ എടുത്തിട്ടുണ്ട് പടം. ഇത്രയും മോഹൻലാലിനെ ഉപയോഗിച്ചു എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് പറയാം. പൃഥ്വിരാജ് മോഹൻലാലിനെ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലൊരു നടൻ്റെ ഒരു കഴിവ് മൊത്തത്തിൽ ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. നല്ല മാറ്റി ഈ പ്രായത്തിൽ ഈ കണ്ടീഷനിൽ അഭിനയിക്കുന്നു എന്ന കണ്ടീഷനിൽ ലാലേട്ടനെ സമ്മതിച്ചേ പറ്റുള്ളൂ. വേറെ ഒരു നടൻ ഇങ്ങനെ പൊങ്ങിയ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കാലും 100 പവറിന് 150 പവറിൽ നമ്മൾ പടം കണ്ടു. ഒരു ഇഴച്ചിൽ പോലും ഇല്ലാതെ പടം എടുത്തു. പൃഥ്വിരാജിനെ സമ്മതിക്കണം. മുരളിഗോപുര തിരക്കഥ കൊള്ളാം. നല്ല രീതിയിൽ പടം എടുത്തിട്ടുണ്ട്. ലാലേട്ടനാണ് മമ്മൂക്കയാണ്, അങ്ങനെയാണ് നമ്മൾ ഈ കേരളത്തിൽ ചർച്ച ചെയ്യണത്. നോക്കണമെങ്കിൽ ഈ പടം കൂടെ കണ്ടാൽ കറക്റ്റ് അറിയാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം, ഒരാളെ ചന്ദ്രനെന്നും ഒരാളെ സൂര്യനെന്നും ഉദ്ദേശിക്കാം. എവിടെ നിന്നാണ് വെട്ടം പറയണത് എന്തായാലും അറിയാം. അത് ഈ പടം കണ്ട് തീരാൻ നേരത്തെ എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ വിജയുടെ വേറൊരു ഡയലോഗുണ്ട്, വേണമെങ്കിൽ മമ്മൂക്ക നമുക്ക് ഉദ്ധരിക്കാം. ശിവനായിട്ട് മമ്മൂട്ടിയും ശക്തിയായിട്ട് മോഹൻലാലിനെ നമുക്ക് ഈ സിനിമ കണ്ട ഉടനെ എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ശിവ ഉണ്ടെങ്കിൽ ശക്തിയുള്ളൂ, പക്ഷേ ശക്തി ഇല്ലെങ്കിൽ യവനും ഇല്ല. അത് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. അത്രേ പറയുള്ളൂ. അതിൽ കൂടുതൽ ഒന്നും ഇവർ കാണാൻ ഇന്ന് സോഷ്യൽ മീഡിയ ഫുൾ അടിയായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ. അപ്പോൾ അതിനുള്ള ഉത്തരം മാത്രമേ ഞാൻ പറയണുള്ളൂ. ബാക്കിയെല്ലാം ഫാൻസ് പറയട്ടെ. അടിപൊളി എടുത്തു പറയുന്നത് ഡയറക്ഷൻ തന്നെയാണ് അടിപൊളി. സൂപ്പറാണ്. ഒരു രക്ഷയില്ല. ഹോളിവുഡ് സ്റ്റൈൽ ബ്രോ. സിനിമ സൂപ്പർ, കൊള്ളാം. സൂപ്പർ സിനിമ. കണ്ടില്ല, കാണാൻ പോണേ ഉള്ളൂ. സിനിമ കിടിലൻ സിനിമ, സൂപ്പർ സിനിമ. അടിപൊളി. എൽത്രിക്ക് വേണ്ടിയുള്ളൊരു തുടക്കം മാത്രമായിട്ട് അങ്ങനെ ചിത്രീകരിച്ചു. ഇല്ലില്ല, നല്ല പടമാണ്. കൊള്ളത്തിലൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഹോളിവുഡ് ലെവലിൽ മേക്കിംഗ് ഒക്കെ. പടം എൽത്രിയുടെ ഒരു ആരംഭം പോലെ എടുത്തേക്കും. അന്നേരം ആദ്യമൊക്കെ കുറച്ച് ഒരു രാഗ് പോലെയൊക്കെ തോന്നി, പക്ഷെ കുഴപ്പമില്ല. നല്ല പടമായിരുന്നു. എടുത്തു പറയാനായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു കഥയാണ്. കഥയെന്നല്ല, ലൂസിഫർ എന്ന കഥയല്ല, അല്ലാതെ അതിൻ്റെ അകത്തൂടെ പറയുന്നൊരു നമ്മൾ കേൾക്കേണ്ട ഒരു കഥ ഉണ്ടല്ലോ, ജനങ്ങളായിട്ടുള്ള രീതിയിൽ. അങ്ങനെ ഈ ഒരു നാട്ടിന് നടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. പ്രത്യേകം അതിൻ്റെ ഒരു റൈറ്റിങ്ങിനോട്. ഡയറക്ഷൻ പിന്നെ നമ്മളൊന്നും പറയേണ്ട, നല്ലതാണ്. പിന്നെ ലൂസിഫറിൻ്റെ അത്രയും നല്ല രസമുണ്ട്. എല്ലാം ഫൈറ്റ് സീൻസ് ആയാലും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നൈസ് പടം, കിടിലം. നല്ല പടമാണ്, എല്ലാവരും കാണണം. നല്ല രസമുള്ള പടമാണ്, എല്ലാവരും കാണണം. മസ്റ്റ് വാച്ച്. മോഹൻലാലും എല്ലാവരും നല്ല രസമുണ്ട്. പൃഥ്വിരാജും കൊള്ളാം. എല്ലാവരും സൂപ്പറാണ്. സൂപ്പർ കൊള്ളാം, നല്ല പടം. തീന് പടം വേറെ ലെവല്. ലാലേട്ടൻ മാസാണ്. മലയാള സിനിമയിൽ മലയാള ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സിനിമ വന്നതിൽ വളരെ സന്തോഷമാണ്.